ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോംലി ഫുഡ് ബൈ ഫ്രോസൺ ബൈറ്റ്സ്. ഇന്ന് ഞങ്ങളുടെ ചാനലിൽ ഉമ്മയല്ല ഫുഡ് ഉണ്ടാക്കുന്നത്, ഇന്ന് ഞാനാണ് ഉണ്ടാക്കുന്നത്, മോളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി ഡിഷാണ്, അതായത് ഗീ റൈസ് ആണ്. സാധാരണ നോർമലി എല്ലാവരും ഗീ റൈസ് ഉണ്ടാക്കാറുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷാണ് ഇത്. ഞങ്ങളുടെ ഉമ്മാൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അവർ പുറത്തായിരുന്നു താമസിച്ചിരുന്നതെല്ലാം. അപ്പോൾ അവർ ഡിഷാണിത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, എന്താ പറയുക, നല്ല നമ്മൾ നോർമലി കഴിക്കുന്ന ഗീ റൈസിനേക്കാളും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മസാല ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഗീ റൈസാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ചെറിയ സവാളയാണ്, വലുതാണെങ്കിൽ 1 മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 എണ്ണമാണ്. ഒരു തക്കാളി, ചെറിയ കഷ്ണം ക്യാരറ്റ്, 2 പച്ചമുളക്, 4-5 വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഗ്രാമ്പു, ഏലക്ക, പട്ട, മല്ലിയില, 1 ടേബിൾ സ്പൂൺ നെയ്യ്, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാല. ഈ ടീസ്പൂണിന് 1 ടീസ്പൂൺ ഗരം മസാല. നെയ്ച്ചോറിൻ്റെ അരി, അത് നിങ്ങൾ ഏതാണോ എടുക്കുന്നത് ആ അരി, അത് ഞാനിവിടെ വെള്ളം പാകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലാസ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പൊ ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ സവാളയാണ്, അത് ഇട്ട് കൊടുക്കാം. ഇത് ഈ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ നോർമലി നെയ്ച്ചോറിൻ്റെ പോലെ ചെറുതായിട്ട് വഴറ്റിയാൽ പോരാ, നന്നായിട്ടൊന്ന് വഴറ്റി വാടി വരണം. അപ്പോൾ ഇത് കണ്ടോ, ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് പച്ചമുളക് ഉണ്ടായിരുന്നു നടുക കീറിയത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ഇടുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാലയാണ്, അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് ആണല്ലോ എടുത്തിട്ടുള്ള അരി, അതിലോട്ട് ഞാൻ 3.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ അടുപ്പത്താണ് വെക്കണമെന്ന് വെച്ചെങ്കിൽ, കുക്കറിലല്ലാണ്ട് വെക്കണമെന്ന് വെച്ചെങ്കിൽ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് കുക്കറിലായതുകൊണ്ടാണ് ഞാൻ 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല മയമാണ് കേട്ടോ ചോറ്, നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല മയമുള്ള ചോറാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക്. എന്നിട്ട് ഒന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു വിസിൽ വന്ന് നമുക്ക് തീ കുറച്ചിട്ട് 5 മിനിറ്റാണ് വെക്കേണ്ടത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. വെയിറ്റ് എല്ലാം കംപ്ലീറ്റ് പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഒരു വിസിൽ വന്നു. ഒരു വിസിൽ വന്നിട്ട് നമുക്ക് തീ കുറച്ച് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗീ റൈസ് റെഡി ആക്കുമ്പോഴേക്കും നമുക്ക് ഒരു സലാഡ് ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സലാഡാണിത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിൽ ആര് ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും ഈ റെസിപ്പി ചോദിക്കുന്നതാണിത്, ഈ സലാഡിൻ്റെ. അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്നത് നോർമലി നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് തൈരല്ല, നമ്മൾ കട്ടി തൈരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നോർമലി എടുക്കല് മിൽക്കി മിസ്റ്റിൻ്റെ കട്ടി തൈരാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്, ഇവിടെ ലേശം മല്ലിയില എടുത്തിട്ടുണ്ട്, പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, ലേശം നമ്മളെ മുന്തിരി ഉണ്ടല്ലോ, നമ്മളെ കുരുല്ലാത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, കിയാർ, കക്കരിക്കല്ല കിയാറാണ്, ക്യാരറ്റ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ആപ്പിൾ എടുക്കാം. അതുപോലെ തന്നെ സ്വീറ്റ് കോൺ എടുക്കുന്നുണ്ട്. സ്വീറ്റ് കോൺ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുക, അതായത് നമ്മൾ വെള്ളത്തിലൊന്ന് ആവിക്ക് അല്ലെങ്കിൽ ആവിക്ക് വേവിച്ചാലും മതി, അതൊന്ന് പുഴുങ്ങിയെടുക്കുക, അതും എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള തൈര്, ഇളനാടിൻ്റെ കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതെല്ലാം നമ്മൾ അരിഞ്ഞൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഉപ്പും കുരുമുളകും എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ട് പൈനാപ്പിൾ ഏറ്റവും ലാസ്റ്റാണ് ഇടുക.
അതായത് നമ്മൾ കഴിക്കാൻ സമയത്ത് മാത്രമാണ് പൈനാപ്പിൾ ഇടുക. തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് രസം വരും. അത് കാരണമാണ് നമ്മൾ ലാസ്റ്റ് കഴിക്കാൻ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പം വരില്ല. പക്ഷെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇടുന്നതുകൊണ്ടാണ് അങ്ങനെ. കണ്ടോ, ഞാൻ കഴിക്കാൻ സമയത്താണ് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മളെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ആവിയെല്ലാം പോയിട്ടുണ്ട്. നല്ല സ്മെല്ലാട്ടോ തുറക്കുമ്പോഴേക്ക് തന്നെ. കണ്ടോ, റൈസ് എല്ലാം വിട്ട് നല്ല മയമായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ് റൈസ്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അതിലോട്ട് ഞാനൊരു 9-10 ചെറിയ ഉള്ളിയും ഒരു 4 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പിലയും എടുക്കുന്നുണ്ട്. അതൊരു മിക്സിയിലെ ജാറിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് നമ്മൾ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഞാനൊരു ടീസ്പൂണ് വലിയ ജീരകം കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 4 ടീസ്പൂണ് കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ട്. ഞാൻ വിനാഗിരിയിലാണ് ഇത് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ യൂസ് ചെയ്യാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. രണ്ടും ടേസ്റ്റ് തന്നെ കേട്ടോ, നാരങ്ങ നീരും വിനാഗിരിയും ടേസ്റ്റ്. പക്ഷേ ഞാൻ വിനാഗിരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അരക്കുമ്പോൾ. ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടീസ്പൂൺ. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ലേശം 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ മൈദപ്പൊടി ഇടാം. വേണ്ടവർക്ക് വേണമെങ്കിൽ കോഴിമുട്ടയുടെ വെള്ളം യൂസ് ചെയ്യണം. പക്ഷേ ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തേക്കണം. എന്തായാലും റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. കമൻറ്റ് ചെയ്യണം എന്നിട്ട് ട്രൈ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചട്ടീൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ആദ്യം. അപ്പോൾ ചട്ടീൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മളെല്ലാം ഒന്നും വേണ്ട, നമുക്ക് ഇതൊക്കെ കഴിക്കാൻ റൈസ് മാത്രം മതി. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.